ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. ചരിത്രം കുറിച്ച് അഫ്ഗാനിസ്ഥാൻ മൈറ്റി ഓസീസിനെ 21 റൺസിന് പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ. സുഹൃത്തുക്കളെ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കിഡിലൻ മാച്ചായിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കണ്ടത്. ഓസീസ് ബാറ്റിംഗ് നിരയെ എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ ബൗളേഴ്സ്. അവരുടെ ബൗളേഴ്സിന്റെ മികച്ച പ്രകടനം പറയാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. അതുതന്നെയാണ് ഗൈസ് അവരുടെ ടീമിനെ വിജയത്തിലെത്തിച്ചത്. വേൾഡ് കപ്പിലെ അതേപടി മാക്സ്വെൽ ഒരു കൈ നോക്കിയെങ്കിലും അവർ തിരിച്ചു പിടിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ അഫ്ഗാനിസ്ഥാൻ ബൗളേഴ്സ്. ഗുലാബുദ്ദീന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒപ്പം നവീൻ ഉള്ളക്കും. ട്രാവിസ് ഹെഡിനെ 0 മടക്കുകയായിരുന്നു നവീൻ ഉള്ളക്ക്. എന്നാൽ 4 വിക്കറ്റ് വീഴ്ത്തിയ ഗുലാബുദ്ദീൻ ആണ് സുഹൃത്തുക്കളെ പ്ലെയർ ഓഫ് ദി മാച്ച്. ആദ്യം ബാറ്റിംഗ് ചെയ്യാനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ മികച്ച തുടക്കം നൽകി. വീണ്ടും ഗുരുബാസും ഇബ്രാഹിമും. ആസീസ് 1-ാം വിക്കറ്റ് എടുക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. കാരണം 16ാമത്തെ ഓവറിലാണ് അഫ്ഗാനിസ്ഥാന്റെ 1 വിക്കറ്റ് വീഴുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഗുരുബാസ് 49 പന്തുകളിൽ നിന്ന് 60 റൺസാണ് അദ്ദേഹം നേടിയത്. ഇബ്രാഹിം സാന്ദ്രാനാവട്ടെ 48 ബോളിൽ നിന്ന് 51 റൺസും. കിഡിലൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് അവർ രണ്ടുപേരും തമ്മിൽ അഫ്ഗാനിസ്ഥാനിന് നേടിക്കൊടുത്തത്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. 148 റൺസ് എന്ന് പറഞ്ഞാൽ അധികം വലിയ ടോട്ടൽ ഒന്നുമല്ല ഓസ്ട്രേലിയക്ക്. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയെ എറിഞ്ഞു വീഴ്ത്തുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ. തുടക്കത്തിൽ തന്നെ വിക്കറ്റ്, ആദ്യ ഓവറിൽ തന്നെ ഗോൾഡൻ ഡക്കിന് മടങ്ങുന്നു ട്രാവിസ് ഹെഡ് നവീൻ ഉള്ളക്കിന്റെ ബോളിൽ. അങ്ങനെ തുടരെ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ മാക്സ്വെൽ വന്നിട്ട് ഒരു കൈ നോക്കിയെങ്കിലും അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. മാക്സ്വെൽ 41 പന്തുകളിൽ നിന്ന് 59 റൺസാണ് അദ്ദേഹം നേടിയത്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ബോളിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ നവീൻ ഉള്ളക്കും ഗുലാബുദ്ദീനും റാഷിദ് ഖാനും കൂടി ആസീസിനെ എറിഞ്ഞു വീഴ്ത്തിയെന്ന് പറയാം. ഇനി നമുക്ക് മാച്ചിന്റെ സ്കോർ കാർഡിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ. ബാറ്റിംഗ് ചെയ്യാനെത്തിയ അഫ്ഗാനിസ്ഥാൻ അവരുടെ ഓപ്പണർമാരായ ഗുരുബാസും ഇബ്രാഹിം നല്ല തുടക്കമായിരുന്നു അവർക്ക് നൽകിയത്. ഗുരുബാസ് 41 പന്തുകളിൽ നിന്ന് 60 റൺസാണ് അദ്ദേഹം നേടിയത്. 4 ഫോറുകളും 4 സിക്സറുകളും അടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സ്. ഇബ്രാഹിം സദ്രാനാവട്ടെ 48 പന്തുകളിൽ നിന്ന് 51 റൺസാണ് അദ്ദേഹത്തിന് നേട്ടം. 6 ഫോറുകളാണ് അദ്ദേഹം നേടിയത്. പിന്നെയുള്ള ബാറ്റ്സ്മാൻമാർക്ക് അധികം കോൺട്രിബ്യൂഷൻ എടുക്കാൻ സാധിച്ചില്ലെങ്കിലും അസ്മത്തുള്ള 2 റൺസും കരീം ജനത് 13 റൺസും റാഷിദ് ഖാൻ 2 റൺസും മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. എന്നാൽ നബി ആവട്ടെ 4 ബോളിൽ നിന്ന് 10 റൺസാണ് അദ്ദേഹത്തിന് നേട്ടം. ഗുലാബുദ്ദീൻ ഡക്കിന് പുറത്താവുകയായിരുന്നു. ഇനി ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ഹേസൽവുഡ് 4 ഓവറിൽ 39 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. അവരുടെ കമിൻസ് 4 ഓവറിൽ 28 റൺസാണ് അദ്ദേഹം നേടിയത്. 3 വിക്കറ്റ്. ഹാട്രിക് നേട്ടമായിരുന്നു നമ്മുടെ പാറ്റ് കമിൻസിന്റെ. സാംബ 4 ഓവറിൽ 22 റൺസാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹം 4 ഓവറിൽ 28 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. 2 വിക്കറ്റ് അദ്ദേഹം നേടിയിരുന്നു. മാക്സ്വെൽ 2 ഓവറിൽ 12 റൺസ് അദ്ദേഹം വഴങ്ങി. സ്റ്റോണീസ് ആവട്ടെ 2 ഓവറിൽ 19 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. 1 വിക്കറ്റും നേട്ടവുമായി അദ്ദേഹം ചേരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് നോക്കാം സുഹൃത്തുക്കളെ. പറഞ്ഞതുപോലെ ട്രാവിസ് ഹെഡ് 3 ബോൾ ഫേസ് ചെയ്തിട്ട് 1 റണ്ണ് പോലും എടുക്കാതെ അദ്ദേഹം ഔട്ടാവുകയായിരുന്നു. നവീൻ ഉള്ളക്കിന്റെ ബോൾഡായിരുന്നു അത്. വാർണർക്ക് 3 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ 8 ബോളിൽ നിന്ന്. മിച്ചൽ മാഷാവട്ടെ 9 ബോളിൽ നിന്ന് 12 റൺസ്. 41 പന്തുകളിൽ നിന്ന് 59 റൺസ് അടിച്ച മാക്സ്വെല്ലാണ് അവരുടെ ടോപ്പ് സ്കോറർ. സ്റ്റോണീസ് ആവട്ടെ 17 ബോളിൽ നിന്ന് 11 റൺസ്. ടിം ഡേവിഡ് ആവട്ടെ 4 ബോളിൽ നിന്ന് 2 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. അവിടെയും ഗുലാബുദ്ദീൻ, ടിം ഡേവിഡ് 4 ബോളിൽ നിന്ന് 2 റണ്ണ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അവിടെയും ഗുലാബുദ്ദീൻ. അവരുടെ വിക്കറ്റ് കീപ്പർ മാത്യു വേ 7 ബോളിൽ നിന്ന് 5 റൺ. അങ്ങനെ തുടരെ വിക്കറ്റുകൾ വീണിട്ട് അവസാനം ആസീസിന് 19.2 ഓവറിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 4 ബോൾ ശേഷിക്ക് അഫ്ഗാനിസ്ഥാൻ കളി വിജയിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ.
സോ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു ക്രിക്കറ്റ് വേൾഡ്.